വിഷ്ണു അവൻ അഹങ്കാരം കുറച്ച് കൂടുതലാണ്. ഞാൻ മുന്നാടിയാ ചൊല്ലിയില്ല, മുളയിലേ നുള്ളിയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് അവനാണ്. സാറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രമുഖൻ ഇവിടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തതാണ്. പിന്നെന്താണ് സാർ അത് നിഷേധിച്ചത്? കോടതിയിൽ ആ മാനേജർ എല്ലാം ഏറ്റുപറഞ്ഞപ്പോ തന്നെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കുറ്റവാളികളായി. അവരുടെ കണ്ണുമൂടി കെട്ടാൻ 15 ദിവസം സബ് ജയിൽ റിമാൻഡ്, അത് ഞങ്ങൾക്ക് ആവശ്യവുമാണ്. നാളെ നൈറ്റ് ഡ്യൂട്ടി ആർക്കാണ്? പ്രകാശിന്. നാളെ പ്രകാശിന് ലീവ്. ആ ഡ്യൂട്ടി രാജേഷ് ഏറ്റെടുക്കണം. സാർ അത് വേണ്ട, മറുചോദ്യം വേണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി. അയ്യോ എനിക്ക് മതി. മര്യാദക്ക് കഴിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. എടുത്തി എനിക്ക് വേണം 4 ദോഷം കൂടി ആവാം. അല്ലേലും തിന്നാ നീ തന്നെ മിടുക്കി. ചുമ്മാ നല്ല എവിടെ തിന്നു പൂതം പോലെ വരുന്നത്. നിനക്ക് വെച്ചിട്ടുണ്ട്. രണ്ടാളും മര്യാദ കഴിച്ചേ. അയ്യോ വേണ്ട, അപ്പ വരട്ടും. ഇനി ഞാനെടുത്ത് തരാം. അപ്പ ആർക്കും നീ എവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കാം.
യുവർ ഗായത്രി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ പറയുന്നത് പച്ച കള്ളമാണ്. സമൂഹത്തിലെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാന്യന്മാരായ വ്യക്തികളാണ് വിശ്വനാഥനും വാവച്ചനും തേവരും. ഇതിനു മുമ്പും പല കേസുകളിൽ ഇവരെ പ്രതികളാക്കി കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർ വിഷ്ണുദത്തൻ ഇതേ കോടതിക്ക് മുമ്പിൽ വരികയും ആ പക തീർക്കാൻ ഇവർ വിഷ്ണുവിനെയും സഹോദരിമാരെയും തന്റെ അച്ഛനെയും കൊന്നതാണെന്നും തന്നെ അതിക്രൂരമായി മാനഭംഗപ്പെടുത്തി എന്നും പറയപ്പെടുന്ന ഈ സ്ത്രീയുടെ ആരോപണം തികച്ചും കള്ളമാണ്. എന്നാൽ അതേ വീട്ടിൽ മരിച്ചു കിടന്ന അജ്ഞാതനായ ഒരാൾ വിഷ്ണുവിന്റെ അനുജത്തിയുടെ കാമുകനാണെന്നും സംഭവ ദിവസം ഇതേ സ്ത്രീയുടെ അറിവോടെ അനുജത്തിയും കാമുകനും വീട്ടിൽ ഒത്തുകൂടുകയും യാദൃച്ഛികമെന്ന വണ്ണം വീട്ടിലേക്ക് വന്ന വിഷ്ണുദത്തൻ അത് കാണാനിടയാകുകയും തുടർന്ന് വിഷ്ണുവുമായിട്ടുണ്ടായ സംഘടനത്തിൽ പരസ്പരം വെട്ടേറ്റു മരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പോലീസിന്റെ എഫ്ഐആർ. ഭർത്താവും സഹോദരിമാരും സ്വന്തം അച്ഛനും മരിച്ച് സീതയുടെ തീ അണയുന്നതിന് മുമ്പ് ഈ കോടതിയിലെത്തിയ ഇവരുടെ സ്വഭാവത്തിൽ എനിക്ക് സംശയമുണ്ട്. കുടുംബക്കാർക്കുണ്ടായ ദുരന്തത്തിൽ ഈ സ്ത്രീയുടെ മാനസിക നില തന്നെ തകരാറിലായിരിക്കുകയാണെന്നാണ് എനിക്ക് കോടതിയോട് ബോധ്യപ്പെടുത്താനുള്ളത്. സംഭവം നടന്നതിന് 2 ദിവസം മുമ്പ് മറ്റൊരു കേസിൽ ഈ കോടതി തന്നെ 15 ദിവസത്തെ റിമാൻഡിൽ സബ് ജയിലിൽ അയച്ചവരാണ് പ്രതികളെന്ന് ഇവർ വിശേഷിപ്പിക്കപ്പെടുന്ന വിശ്വനാഥനും വാവച്ചനും തേവരും. കൃത്യം നടന്ന അന്ന് ഇവർ സബ് ജയിലിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് രാജേഷിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെയും എന്റെ അനുജത്തിമാരെയും നിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തിയും എന്റെ അച്ഛനെയും വിഷ്ണുവേട്ടനെയും അനുജത്തിമാരെയും ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്തത് ഈ സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് ഇവിടെ പറയുന്ന വിശ്വനാഥനും അയാളുടെ ആൾക്കാരുമാണെന്ന് എനിക്ക് വ്യക്തമാണ്. ജീവൻ തുടിക്കുന്ന ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, സ്ത്രീ സമൂഹത്തിന് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കഴുകന്മാർക്ക് അവർ അർഹിക്കുന്ന കൊലക്കയർ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സി എ വിഷ്ണു, ശർമ്മ, ശർമിള കൊലക്കേസിലെ പ്രതികൾ വിശ്വനാഥൻ, തേവർ, വാവച്ചൻ എന്നിവരാണെന്നുള്ള ഗായത്രിയുടെ മൊഴി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും, എന്നാൽ വിഷ്ണുവിന്റെ സഹോദരീ കാമുകനുമായുള്ള ഏറ്റുമുട്ടലിലാണ് മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നതിനാലും സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന വിശ്വനാഥൻ, വാവച്ചൻ, തേവർ എന്നിവർ കുറ്റക്കാരല്ലെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മാഡം, ഇവിടുത്തെ ഓർമ്മകൾ മാഡത്തിനെ പഴയകാലത്തിലേക്ക് കൊണ്ടുപോയി തോന്നുന്നു. യെസ്, അല്പനേരം ഞാൻ എവിടെയോ ആയിരുന്നു. മനസ്സിൽ മറക്കാതെ ഒതുക്കി വെച്ചിരുന്ന ഓർമ്മകൾക്ക് ജീവൻ തുടിക്കുന്നത് പോലെ ചോരയുടെ ഗന്ധം ഇവിടെ ആകെ നിറഞ്ഞു നിൽക്കും പോലെ. മാഡം, റിലാക്സ്.
കടക്ക് തീർക്കാൻ സമയമേറെയുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യം ഒരു വഴിയാണ്. അത് കിട്ടിക്കഴിഞ്ഞു. ആ, താൻ എത്തിയോ? മേഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അവരെ വിശ്വസിപ്പിക്കാൻ അല്പം ഞാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും ഈ ഒരു വരവും കാത്തിരിക്കണം അവരവിടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകണം.